കുട്ടമ്പുഴയിൽ വ്യാഴാഴ്ച വൈകിട്ട് വീശിയടിച്ച ശക്തമായ കാറ്റിൽ വൻ കൃഷിനാശം. 20ഓളം വീട്ടുകാരുടെ കൃഷി ദേഹണങ്ങൾ കാറ്റിൽ കടപുഴകി വീണ് നശിച്ചു. 400ഓളം റബ്ബർ മരങ്ങൾ നഷ്ടമായി. നാശനഷ്ടം സംഭവിച്ച കൃഷിയിടങ്ങളിൽ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് അധികൃതർ സന്ദർശനം നടത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ കുട്ടമ്പുഴ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ അതിശക്തമായ കാറ്റും മഴയും ഇടിമിന്നലും അനുഭവപ്പെടുകയുണ്ടായി. നിരവധി സ്വകാര്യ വ്യക്തികളുടെ കൃഷിയിടങ്ങളിലായി ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന കൃഷി ദേഹണ്ണങ്ങളാണ് നശിച്ചത്. സൈജൻ പോൾ നിരപ്പയിൽ, ബിജു പറങ്കിമാലി, സണ്ണി മുട്ടത്തൊട്ടിയിൽ, പ്രദീപ് ഐമനത്തിൽ, വെട്ടിയാങ്കൽ ബേബി, സോഫി എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് കൊടുങ്കാറ്റിന് സമാനമായ കാറ്റ് നാശം വിതച്ചത്. ശക്തിയായി അനുഭവപ്പെട്ട കാറ്റിൽ 400ഓളം റബ്ബർ മരങ്ങൾ കടപുഴകിയും കാറ്റത്തൊടിഞ്ഞു വീണും നശിച്ചു. ഇത്തരത്തിൽ 20ലേറെ കുടുംബങ്ങൾക്കാണ് കൃഷിവിളകൾക്ക് നാശം സംഭവിച്ചിരിക്കുന്നത്. തീർത്തും കാർഷിക വിളകളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കർഷകർക്കാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ഇതോടെ ഇവരുടെ നിത്യവരുമാനത്തിനാണ് പ്രതിസന്ധി നേരിട്ടിരിക്കുന്നത്. ഇതേക്കുറിച്ച് സംഭവസ്ഥലം സന്ദർശിച്ച കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേരി കുര്യാക്കോസ് ഇങ്ങനെ വ്യക്തമാക്കുന്നു. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 2-3 ദിവസമായി ശക്തമായ കാറ്റും മഴയുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ ശക്തമായ കാറ്റിൽ നിരവധിയായ കുടുംബങ്ങൾക്ക്, കർഷക കുടുംബങ്ങൾക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം 20ഓളം കുടുംബങ്ങൾക്കാണ് അവരുടെ കൃഷിയിടങ്ങൾ ഏതാണ്ട് 3/4 ഭാഗത്തോളം, അല്ലെങ്കിൽ ചില കൃഷിയിടങ്ങൾ 100% കൃഷിയിടങ്ങൾ നശിച്ചു കഴിഞ്ഞു. ഏതാണ്ട് 20 ലക്ഷത്തോളം, ഏകദേശം 20 ലക്ഷത്തോളം തന്നെ നാശനഷ്ടങ്ങൾ ഈ 20 കുടുംബങ്ങൾക്കായിട്ട് സംഭവിച്ചിട്ടുണ്ട്. കൃഷിനാശം സംഭവിച്ച സ്ഥലങ്ങൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽദോസ് ബേബി, കൃഷി ഓഫീസർ ജസീന MH, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ KC സാജു എന്നിവർ സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തി. കർഷകർക്ക് അർഹമായുള്ള നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.